ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം സുന്ദരിച്ചീരയാണ്. അപ്പോൾ നമുക്ക് പലർക്കും സുപരിചിതമായിരിക്കാം സുന്ദരിച്ചീര എന്ന് പറയുന്നത്. ചീര എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ചീരയാണ് സുന്ദരിച്ചീര എന്ന് പറയുന്നത്. പച്ച ഇലയും അതിൻ്റെ തണ്ട് മുഴുവൻ ഒരു പിങ്ക് കളർ. അപ്പോൾ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ചീരയിൽ പട്ടുചീരയുണ്ട്, പിന്നെ അത് സാധാരണ നാടൻ ചുമന്ന ചീരയുണ്ട്. അതേപോലെ തന്നെ ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, പാൽച്ചീര എന്ന് പറയും. അത് അതിൻ്റെ വളർന്നു വരുന്നേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യും. ഇത് സുന്ദരിച്ചീരയാണ്. അപ്പോൾ സുന്ദരിച്ചീര എന്ന് പറയുന്നത് ഇതിപ്പോൾ ചെറിയൊരു ഗ്രോ ബാഗിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. സാധാരണ ചെറിയൊരു ഗ്രോ ബാഗിലാണിത്. 12x12 എന്നുള്ളൊരു ചെറിയ സാധാ ഗ്രോ ബാഗിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രോ ബാഗൊന്നും ഇതിന് വളർച്ചയ്ക്ക് പോരാ. ഇത് ഏകദേശം ഇത്രയും വളർച്ചയുണ്ട്. എന്നിരുന്നാലും ഇതിന് വളർച്ച ഒരു മീറ്ററോളം ഉയരത്തിൽ പോയത് നല്ല കട്ടിക്ക് പോവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വലിയ രീതിയിലുള്ള പുഴുക്കേടോ ഒന്നുമില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണക്ക് സമയത്ത് പുഴുശല്യം വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഒന്ന് നോക്കി രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളോ ഒന്ന് ഇതിനകത്ത് നിന്ന് ചെറിയ രീതിയിലൊന്ന് തട്ടിയെടുത്ത് കളയാവുന്നതേ ഉള്ളൂ, പുഴുവിനെയല്ല. അല്ലാതെ ഈ പറയുന്ന യാതൊരുവിധ അസുഖങ്ങളും ഈ ചീരയ്ക്ക് അങ്ങനെ പിടിക്കത്തില്ല. ഏകദേശം ഒരു കണ്ണാടി ചെടിയുടെ കൂട്ട് തന്നെയാണ്. നമ്മൾ മറ്റുള്ള ചീരകളിലൂടെ പച്ചച്ചീര അതുപോലെ ബാക്കിയുള്ള ചീരകളുടെ കൂട്ടത്തിൽ തന്നെ നട്ടു വളർത്താം. ഇത് തോരൻ വെക്കാനും കറി വെക്കാനും നല്ല രുചിയുള്ള ചീരയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വളർച്ച വരികയും ചെയ്യും. നമുക്ക് ഈ ഒരു ചീര തന്നെ ഒരു 6 മാസം ഉപയോഗിക്കാൻ കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത് വളർച്ച വരുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിനെ ചെറിയ ചുവട് ഭാഗം വെച്ചിട്ട് ഒരു ഇച്ചിരി ഉയരത്തിൽ വെച്ചിട്ട് മുറിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ശാഖകൾ ഒരുപാട് പൊട്ടുന്ന ഒരു തരം ചീരയാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഈ ചീര നല്ല രീതിയിൽ വിളവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചീരയാണ്. ഇത് ഞാൻ സാധാരണ മുറിച്ച് വിടാഞ്ഞതാണ്, ചെറിയ ഗ്രോ ബാഗായി പോയി. അപ്പോൾ അത് ഇച്ചിരിയുടെ വലിയ ഗ്രോ ബാഗിലായിരുന്നെങ്കിൽ നല്ല വളർച്ച കിട്ടിയേനെ. ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വളർച്ച കിട്ടാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച്, അതായത് നമുക്ക് വിപണിയിൽ കിട്ടുന്ന കടലപ്പിണ്ണാക്ക് അഥവാ സാധാരണ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് എന്നൊക്കെ പറയും. കപ്പലണ്ടി പിണ്ണാക്ക് ഒരു പിടി 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇടണം. എന്നിട്ട് അതിനെ നേർപ്പിച്ചിട്ട് അതിൻ്റെ അടിമട്ടല്ല തെളിയാണ് ഒഴിക്കേണ്ടത്. അപ്പം ഇതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ അതിൻ്റെ തെളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ സാധാരണ ഈ പറയുന്ന അതിൻ്റെ അടിമട്ട് ഒഴിക്കുകയാണെങ്കിൽ ഇത് കെട്ടി നിന്ന് ചീര അഴുകിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ തെളി മാത്രം ഒഴിക്കുക എന്ന് പറഞ്ഞത്. അപ്പം 5 ഇരട്ടി വെള്ളമെങ്കിലും ചേർക്കണം, മിനിമം ഒരു 5 ഇരട്ടി വെള്ളം. ഇപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് നേർപ്പിക്കുക. അത് ഈ ഒരു ചീരയ്ക്ക് മാത്രം അത് മൊത്തത്തിലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ മണ്ണ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ട് സാധാരണ മറ്റുള്ള ചീരകൾ വെക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രോ ബാഗിലേക്കുള്ള മണ്ണ് ഞാൻ എപ്പോഴും പറയുന്നത്, സാധാരണ എപ്പോഴും വീഡിയോക്കകത്ത് ഞാൻ പറയുന്നതാണ്, നമ്മൾ ഒരു സ്പൂണ്, അതായത് ഒരു സ്പൂണല്ല, ഒരു 100 ഗ്രാം, മിനിമം ഒരു 100 ഗ്രാമെങ്കിലും 100 ഗ്രാം കുമ്മായം ഗ്രോ ബാഗിലെ മണ്ണിലേക്ക് നമ്മൾ ഇടണം. ഇപ്പോഴത്തെ കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമാണ്. അതായത് വേനൽക്കാലത്താകുമ്പോൾ നമുക്ക് ഈ പറയുന്ന മണ്ണ് ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായുള്ള സമയമാണ്. അപ്പം ഒരു കറുത്ത ഷീറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ കറുത്ത ഷീറ്റ് എന്തിനാണെന്ന് പറഞ്ഞാൽ പരമാവധി ആ ചൂടിനെ അതിനകത്തേക്ക് നമ്മൾ സൂര്യപ്രകാശത്തിന് അതിലേക്ക് ആ മണ്ണിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം മണ്ണ് ഒരുക്കുമ്പോൾ ഈ 100 ഗ്രാം കുമ്മായം ഈ മണ്ണിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പുട്ടിൻ്റെ നനവിൽ വെള്ളം കൊടുത്തിട്ട് ഇതിനെ ഈ കറുത്ത ഷീറ്റ് വെച്ചിട്ട് ചുറ്റുവട്ടത്തെല്ലാം കല്ല് പറക്കി വെക്കുകയാണെങ്കിൽ ആ ചൂട് കൊണ്ട് ഇതിനകത്തെ സൂക്ഷ്മജീവികൾ എല്ലാം നശിച്ചു പോകും. പ്രത്യേകിച്ച് കുമ്മായോടാകുമ്പോൾ അതിനകത്ത് നിന്നെല്ലാം നശിച്ചു പോകും. അതിലേക്ക് ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ എത്രയാണ് നമ്മൾ മണ്ണെടുക്കുന്നത്. ഇപ്പോൾ 1:1 റേഷ്യോ തന്നെ ചാണകപ്പൊടി എടുക്കുക. ചാണകപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പച്ച ചാണകം എടുക്കില്ല. ചാണകം തണലത്തിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത്. പിന്നെ വിപണിയിൽ ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചാണകപ്പൊടി ഇല്ലെന്ന് പറഞ്ഞാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. സാധാരണ അതുപോലെ ഇതിന് നമ്മൾ ഒരു കാരണവശാലും ചീരയ്ക്ക് യാതൊരു കാരണവശാലും ചാരം ഉപയോഗിക്കില്ല. ചാരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവ പൂത്തുപോകും. ചാരം ഉപയോഗിക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ചാരം എന്ന് പറയുന്നത് പൊട്ടാഷാണ്. അപ്പോൾ പൊട്ടാഷ് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതല്ല. പൊട്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇവയുടെ വളർച്ചാ ഘട്ടം കഴിഞ്ഞിട്ട് പൂവിടലിലേക്ക് മാറാൻ ഉള്ള ഒരു പ്രക്രിയക്കാണ് പൊട്ടാഷ്. ശരിക്കും നൈട്രജൻ മാത്രം മതി ഇവയുടെ വളർച്ചയ്ക്ക്. പിന്നെ പൊട്ടാഷ് അല്ലാതെ ഫോസ്ഫറസ് ആണെങ്കിൽ വേരിൻ്റെ വളർച്ചയ്ക്കാണ്. നൈട്രജന് പെട്ടെന്നുള്ള കായികമായിട്ടുള്ള വളർച്ച, അതായത് ഇതിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയ്ക്കും നൈട്രജൻ വേണം.
ഫോസ്ഫറസ് ആണെങ്കിൽ ഇതിൻ്റെ വേരിൻ്റെ വളർച്ചയ്ക്ക്. ഇപ്പോൾ ഫോസ്ഫറസിന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത് എല്ലുപൊടിയല്ല. എല്ലുപൊടി എന്ന് പറയുന്നത് നമ്മുടെ വിപണിയിൽ ലഭിക്കുന്ന എല്ലുപൊടിയൊന്നും നല്ല എല്ലുപൊടിയല്ല. കാരണം എല്ലുപൊടിക്കകത്ത് ഇപ്പോൾ ആസിഡൊക്കെ ഉപയോഗിച്ചാണ് ശരിക്കും ഈ എല്ലുപൊടിയൊക്കെ പൊടിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ റോക്ക് ഫോസ്ഫേറ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുതരം പാറപ്പൊടി പോലെ ഇരിക്കും. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഈ ഏതൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടതിനെ പറ്റി ഞാനൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്രോ ബാഗിലേക്ക് 1 പിടി വേപ്പിൻ പിണ്ണാക്ക്. അത് വേറൊന്നുമല്ല, നമ്മുടെ ആ പെട്ടെന്നാണ് നൈട്രജൻ സമ്പുഷ്ടമാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. കൂടാതെ തന്നെ ഇതിനെ നമ്മൾ രോഗകാരികളായിട്ടുള്ള മറ്റുള്ള ജീവികളെ നശിപ്പിക്കുകയും ചെയ്യാനുള്ളൊരു ശേഷിയുണ്ട് ഈ പറയുന്ന വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ അടിവളമായിട്ട് തന്നെ ഈ വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കണമെന്ന് പറയാൻ കാരണം, ചീര നട്ട് വളർന്ന് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഗ്രോ ബാഗിലേക്ക് ഈ പറയുന്ന മിശ്രിതം, അതായത് ചാണകപ്പൊടി, ഒരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, ഇത്ര മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല. ഒരു ഗ്രോ ബാഗിലേക്കുള്ള മണ്ണ് എടുക്കുക. അപ്പം മണ്ണെടുക്കുമ്പോൾ ആ മണ്ണ് മുഴുവൻ ഇടേണ്ട ആവശ്യമില്ല, വേറൊരു ചാക്കിലേക്ക് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ എത്രയാണ്, ഇപ്പം ഞാൻ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് എടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു 20 സാധാരണ കറുത്ത ചിരട്ടയ്ക്കുള്ളൊരു 20 ചിരട്ട മണ്ണാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചീരയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്ന് വരുന്തോറും നമ്മൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ അവിടെ എല്ലാം വേര് വരും. അപ്പോൾ അതിന് പെട്ടെന്ന് വളം കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പം പെട്ടെന്ന് ഇത് വളർന്ന് വരികയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും താഴെ തട്ടിലെ ഒരു 1/4 ഭാഗം മണ്ണ് നിറച്ചാൽ മതി. അപ്പം ഏകദേശം ഒരു 5-6 ചിരട്ട മണ്ണ് ഇടുക. അതിന് സമമായിട്ട് തന്നെ നമ്മൾ ഒരു 3-4 ചിരട്ട ചാണകപ്പൊടി കൊണ്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് ഈ ഗ്രോ ബാഗിലേക്ക് വെക്കുക. ഞാൻ ഈ ചീര നടുന്നതിന് മുമ്പ് തന്നെ പാകി മുളപ്പിച്ച തൈയാണ് വെക്കുന്നത്. അപ്പോൾ പാകി മുളപ്പിച്ച തൈക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി വളരും. അപ്പം നമ്മൾ കൂട്ടമായിട്ട് ചീര വെക്കുകയാണെങ്കിൽ അതിനകത്തു നിന്നുള്ള ചില തൈകളാണെങ്കിൽ ശക്തി കാണത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള തൈകളെ ഞാൻ അന്നേ സാധാരണ ഒഴിവാക്കും. അപ്പം നല്ല വളർച്ച കിട്ടുന്ന തൈ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ തൈയെ ഇപ്പോൾ ഈ സാധാരണ നമ്മുടെ ചെറിയ ട്രേകളുണ്ടല്ലോ, പോട്ട്രേകൾ, അപ്പോൾ പോട്ട്രേകൾ വാങ്ങിക്കാൻ ലഭിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള പോട്ട്രേക്കകത്ത് ചകിരിച്ചോറും കമ്പോസ്റ്റും അതുപോലെ ഈ പറയുന്ന പെർലൈറ്റ്, വെർമിക്കുലൈറ്റ് ഇവയെല്ലാം കൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കും. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെടികളിലും അതുപോലെ ഈ പറയുന്ന പച്ചക്കറി തൈകളും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറ്റി. അപ്പോൾ അതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലുള്ള തൈകൾ കരുത്തോടെ വേര് ഒരുപാട് പൊട്ടാതിരിക്കാൻ സഹായിക്കും. കാരണം നമ്മൾ മണ്ണിൽ നടുകയാണെങ്കിൽ അത് പിഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനൊരു വാട്ടം വരും. അതേപോലെ തന്നെ ഈ ചീരയ്ക്ക് ഇത് മാറ്റി നട്ടതിന് ശേഷം ഹ്യൂമിക് ആസിഡ് കൊടുക്കും. ഹ്യൂമിക് എന്ന് പറയുന്നൊരു ആസിഡുണ്ട്, അത് രാസമല്ല, ജൈവമാണ്. ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തു നിന്നുള്ള ഏതാണ്ട് ഈ കരിയില അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ സാധാരണ എടുക്കുന്ന ഒരു ടൈപ്പുള്ള ആസിഡാണ്. നമ്മുടെ ഈ ജൈവ രീതിയിൽ തന്നെ, അതായത് അഴുകി പൊടിയുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ഒരു ലിക്വിഡ് ഫോമാണ് ഈ ഹ്യൂമിക് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സാധാരണ വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിന് ഏകദേശം 400 മുതലൊക്കെ കാണും അതിൻ്റെ ലിക്വിഡ് ഫോമിന്, 1 ലിറ്ററിനൊക്കെ. അതിൻ്റെ സോൾട്ട് ഫോം ഉണ്ട്. അത് ഇപ്പം ഈ ഫില്ലേഴ്സ് ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ഈ ഹ്യൂമിക് ആസിഡ് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ നോക്കി വാങ്ങിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഹ്യൂമിക് ആസിഡുകൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ചെടി ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഹ്യൂമിക് ആസിഡിൻ്റെ ആ പ്രയോജനം ഇവ പെട്ടെന്ന് വളരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് വളരും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഹ്യൂമിക് ആസിഡ് എല്ലാവരും ചോദിക്കും, ഹ്യൂമിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് അതിന് വളർച്ച വരുന്ന ഇതിന് പ്രത്യേക കഴിവൊന്നുമില്ല. എന്നുവെച്ചാൽ ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വളമല്ല. അവയെന്ന് പറയുന്നത് ഇതിൻ്റെ വേരുകൾക്കെല്ലാം പെട്ടെന്നുള്ള ഒരു പോസിറ്റീവ് പവർ കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾക്ക് വളം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വളം കൊടുക്കുന്നതിന് മുമ്പിട്ടായിരിക്കണം ഈ ഹ്യൂമിക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പ്രത്യേക ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ ഹ്യൂമിക് ആസിഡ് ഇതിനകത്ത് കൊടുക്കണം. ഹ്യൂമിക് ആസിഡ് 2 ഗ്രാം എന്ന് വെച്ചാൽ ഒരു സ്പൂണിൻ്റെ ഒരു സ്വല്പം 1 ലിറ്റർ വെള്ളത്തിലോട്ട് കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ തൈ വെക്കുന്ന സമയത്ത് അതിന് ശേഷം ഒരാഴ്ച പരുവാകുമ്പോഴത്തേക്ക് ഏകദേശം, പിന്നെ അതുപോലെ നടുന്നത് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ മാത്രമേ നടാവൂ. ഈ വേനൽക്കാലത്ത് രാവിലെ ഒരു കാരണവശാലും നമ്മൾ തൈ നടല്ല. തൈ നട്ടു കഴിഞ്ഞാൽ വാടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റിലൊക്കെ വെക്കുന്ന തൈ ആണെങ്കിൽ അവയ്ക്ക്
പിന്നെ നിന്നോളും, വേര് പൊട്ടുന്നില്ല. അല്ലാതെ നമ്മൾ തൈ പിഴുത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇവ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ തന്നെ ഈ വൈകുന്നേരങ്ങളിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർച്ച കിട്ടും. അപ്പോൾ അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു ഏകദേശം 12-14 മണിക്കൂറോളം കിട്ടും. അപ്പോഴത്തേക്ക് അതിന് വേര് അതിനകത്ത് നന്നായിട്ട് പടർന്നിട്ടുണ്ടാകും. ഒന്ന് അല്പസ്വല്പം അതിൻ്റെ വേരൊന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും, വെള്ളം വലിച്ചെടുത്ത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 5 ദിവസം ഇടവേളകളിൽ ഈ പറയുന്ന കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുക. അതിനെക്കാട്ടി ഏറ്റവും നമുക്ക് കിട്ടാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഗോമൂത്രമാണ്. ഗോമൂത്രം എന്ന് പറയുന്നത് നൈട്രേൻ, അതായത് യൂറിയാണ് കൂടുതലും മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പം നൈട്രേൻ്റെ കൂടുതൽ അളവിലാണ് ഈ പറയുന്ന യൂറിയ, ഈ പറയുന്ന ഗോമൂത്രം. അപ്പോൾ ഈ ഗോമൂത്രത്തിൻ്റെ കിട്ടാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് എടുക്കുന്നത്, ഇപ്പോൾ 100 മില്ലിയാണ് എടുക്കുന്നത്. 100 മില്ലി ഗോമൂത്രം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇലകളിൽ തൽക്കാലം ഒഴിക്കേണ്ട. ഇലകളിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ ഇലകളിൽ കൊടുക്കുന്നത് ഒരു 10 മുതൽ 15 മില്ലി 1 ലിറ്റർ വെള്ളത്തിലാണ്. അപ്പം പിന്നെ അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 10 ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇലകളിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഗോമൂത്രത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ ക്രാണം കൊണ്ട് പെട്ടെന്ന് ഇവ നശിച്ചു പോകും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ നമ്മൾ 100 മില്ലി എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഈ മരുന്നൊക്കെ കിട്ടുന്ന ചെറിയ ഡബ്ബയുണ്ട്. അപ്പോൾ അതിന് ഒരു 10 മില്ലിയാണത്. അതിൻ്റെ ഒരു 10 അടപ്പ് ഗോമൂത്രം എടുക്കുക, 1 ലിറ്റർ വെള്ളം എടുക്കുക, അതിലേക്ക് ഒഴിക്കുക. അപ്പം എന്നിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അല്ല 100 മില്ലിയുടെ സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതും എടുക്കുക. അങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് അങ്ങനെ നേർപ്പിച്ചത്. അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ ചിലവ് വരുന്നില്ല. ഞാനിത് ഒരെണ്ണത്തിൻ്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 1 ലിറ്റർ ഉണ്ടാക്കുവാന്ന് നമുക്ക് എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ 10-20 എണ്ണമെങ്കിലും നമുക്ക് ഒഴിക്കാൻ കാണും. കുറച്ച് ഒഴിച്ചാൽ മതി. അല്ലാതെ അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇത് ഏതൊരു ഗ്രോ ബാഗിലും നമ്മൾ വളം കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതിന് മുമ്പിട്ട് തന്നെ നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ മണ്ണ് ഒരു അരമണിക്കൂർ മുൻപേ കുതിർത്തിടണം. എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ലിറ്റർ വെള്ളം എല്ലാവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കല്ലേ, ഇവയുടെ വേര് അഴുകും. വെള്ളം വേണം ഇതിന്, പക്ഷെ അമിത വെള്ളമായാൽ ഇത് അഴുകിപ്പോവും. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ചീരയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകം, ചീര മാത്രമല്ല പച്ചമുളകാണെങ്കിൽ പെട്ടെന്ന് പിന്നെ അഴുകിപ്പോവും. നമ്മൾ വാട്ടരോഗമാണെന്ന് വിചാരിക്കും, ശരിക്കും വെള്ളം ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഈ പച്ചമുളകിൻ്റെ ഉൾപ്പെടെ പെട്ടെന്ന് വേര് അഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൊടുക്കുമ്പോൾ ഇതിനാവശ്യമായ വെള്ളം മാത്രം കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗ് നിറഞ്ഞു നിൽക്കുന്ന പോലെ ചിലർ വെള്ളം കോരി ഒഴിക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിന് വെള്ളം കൊടുക്കുമ്പോൾ ആ വെള്ളം അമിതമായിട്ട് വാർന്ന് പോകാത്ത തരത്തിലേ വെള്ളം കൊടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്ത് ഒരു ശകലം ഒരു ചെറിയൊരു ചിരട്ടയ്ക്ക് വെള്ളം കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് നമ്മൾ വേറെ കൊടുക്കാതിരിക്കുക, വളം കൊടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഈ പറയുന്ന വളം കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇവ നന്നായിട്ട് ആ വെള്ളം വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ വളവും പെട്ടെന്ന് കൊടുക്കും. പിന്നെ നമ്മൾ ഇലകളിൽ കൂടെ കൊടുക്കാം. ഇലകളിൽ കൂടെ കൊടുക്കുമെന്ന് വെച്ചാൽ ഇപ്പം മറ്റേ ചുമന്ന ചീരയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പുഴുക്കുത്ത് വരും. ഇപ്പോൾ പുഴുക്കുത്ത് വരുന്നതിനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കായമുണ്ടല്ലോ, ഈ ചെറിയ വെള്ളക്കായ. അപ്പോൾ അത് കായത്തിൻ്റെ പൊടിയാണെങ്കിലും ശകലം ഒരു നുള്ള് പിന്നെ മഞ്ഞൾപ്പൊടിയോട് ഇട്ടിട്ട് ഇതിൻ്റെ ഇലകളിൽ കൊടുക്കുകയാണെങ്കിൽ ഈ പുള്ളിക്കുത്ത് രോഗം എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് ഈ ചുമന്ന ചീരയ്ക്കൊക്കെ. ഇതിന് പക്ഷേ വലിയ രീതിയിലുള്ള അസുഖങ്ങളൊന്നുമില്ല, ഇത് നല്ലപോലെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മുറിച്ച് വിടാഞ്ഞതാണ്. മുറിച്ച് വിടുകയാണെങ്കിൽ തന്നെ ചുവട്ടിൽ നിന്നാണ് ഇപ്പോൾ തന്നെ മുറിച്ച് വിടാഞ്ഞ തന്നെ ഇതിൻ്റെ എത്തുണ്ട്, ഇഷ്ടംപോലെ എത്തുണ്ട്. ഇതിൻ്റെ ചെറിയൊരു സുന്ദരിച്ചീരയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ചുവട് തന്നെ നമ്മുടെ കൈവണ്ണം കാണും. അത്തരത്തിലുള്ള ചീര വരും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രോ ബാഗ് ചെറുതായി പോയതുകൊണ്ട് ഒരൊറ്റ കാരണത്താലാണ് ഇത് ഇത്രയും ചെറുതായി പോയത്. അപ്പോൾ അത് തറയിൽ നടുകയാണെങ്കിൽ, നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ ഇതിലും വളർച്ച വരും. നമുക്കൊരു 2-3 എണ്ണം ഉണ്ടെങ്കിൽ, അതുപോലെ ഒരു ഗ്രോ ബാഗിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഗ്രോ ബാഗിൽ ഒരെണ്ണം മാത്രമേ നടാവൂ. നമ്മൾ മറ്റുള്ള ചീരകളുടെ കൂട്ടത്തിൽ 3 എണ്ണമൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവ നമ്മൾ ഉദ്ദേശിക്കുന്ന വളർച്ച കിട്ടത്തില്ല. എന്ന് വെച്ചാൽ 3 കൂടി ഇടിച്ച് ഉള്ള വളർച്ചയായതുകൊണ്ട് വേരോടാനും സാധിക്കാതെ വരും. അപ്പം നമ്മൾ പരമാവധി ഒരു തൈ മാത്രം നല്ല കരുത്തുള്ള തൈയെ കൊണ്ടുവന്ന് സെൻറ്റർ ഭാഗത്ത്, നമ്മൾ എവിടെയാണ് ഏത് ഗ്രോ ബാഗാണ് ചാക്കിലാണെങ്കിലും സെൻറ്ററിൽ ഒരു ഒറ്റ തൈ മാത്രം നടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഏകദേശം ഒരു 10-30 ദിവസം കൊണ്ട് 30-40 ദിവസം കൊണ്ടാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാം. എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഗ്രോ ബാഗിലൊക്കെ നമുക്ക് നടാമെങ്കിൽ ഏകദേശം ഇത് മുറിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-15 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ വളങ്ങൾ ചെറിയ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ നമ്മൾ വിളവെടുത്ത് മുറിച്ച് മാറ്റി വിളവെടുത്തതിന് ശേഷം ശകലം ഈ പറയുന്ന
മണ്ണ് ഇടയ്ക്ക് ഇച്ചിരി കയറ്റിയിട്ട് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ ഒരു ആറ് ചിരട്ട മണ്ണേ ഞാൻ പറഞ്ഞുള്ളായിരുന്നു. അപ്പോൾ 6 ചിരട്ട മണ്ണും അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ചാണകപ്പൊടിയാണ്. അപ്പോൾ ഇത് വളം വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ പറയുന്ന വളവും എല്ലാം കൂടെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മണ്ണെല്ലാം കൂടെ ഒന്ന് അമങ്ങും. എന്നുവെച്ചാൽ ചെറുതായിട്ടൊന്ന് അടുത്ത് വരും. അപ്പോൾ പിന്നെയും കുറച്ച് മണ്ണും ഈ പറയുന്ന വളവും കൂടെ ഇടയ്ക്ക് ഒരു 10 ദിവസം കൂടുമ്പോൾ ചെറുതായിട്ടൊന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ കടവണ്ണം നല്ലപോലെ, കടവണ്ണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചൂട് ഭാഗം വണ്ണിക്കുകയും അതേപോലെ പെട്ടെന്ന് വേരിറങ്ങുകയും ചെയ്യും. അപ്പം അങ്ങനെ വെച്ച് വരുമ്പോൾ മുകൾ ഭാഗം വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിന് ഇച്ചിരൂടെ നന്നായിട്ട് ഇച്ചിരൂടെ മണ്ണിടാമെങ്കിൽ ഈ പോർഷൻ ഭാഗം നന്നായിട്ട് അങ്ങ് വേരിറങ്ങും. ഇപ്പോൾ കണ്ടില്ലേ, വേര് തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ പോർഷൻ ഇച്ചിരൂടെ മണ്ടയ്ക്ക് ഇടുകയാണെങ്കിൽ നന്നായിട്ട് വേര് വരികയും ചെയ്യും. ഇതിന് പിന്നെയും വണ്ണം കൂടും. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഒരു 6 മാസത്തോളം ഈ ചീര നിൽക്കും. ഇപ്പോൾ ഇത് ഏകദേശം പൂത്ത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മാറ്റി വെച്ചില്ല ഞാൻ. അത് ഇങ്ങനെ ഒരു ചെറിയ ഗ്രോ ബാഗിലായതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലുള്ള പരിചരണമേ കൊടുത്തുള്ളൂ. ഇതല്ലാതെ വരുവാണെങ്കിൽ നല്ല വലിപ്പം വന്നേനെ. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ചീരയുടെ പ്രത്യേകതകൾ. നന്നായിട്ട് വളരും, നല്ല രീതിയിൽ പ്രതിരോധശേഷിയുള്ള ഒരു ചീര ഇനമാണ് ഈ സുന്ദരിച്ചീര. അപ്പോൾ നമുക്കെല്ലാവർക്കും വീട്ടിലെ തൊടികളിൽ വളർത്താൻ അത്യന്താപേക്ഷിതമായിട്ട് വളർത്തേണ്ടുന്ന ഒരു ചീര ഇനമാണ് സുന്ദരിച്ചീര. അപ്പോൾ ഈ ചീരയുടെ വിത്തുകൾ നല്ല അത്യുൽപാദന ശേഷിയുള്ള ടൈപ്പ് തന്നെയാണ്. അപ്പം നല്ല രീതിയിലുള്ള ചീര വിത്തുകൾ, ഇതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ വേണ്ടുന്നവർ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്തുകൾ വേണമെങ്കിൽ എൻ്റെ ആ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്, അതിന് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.